2012 സൗദി റിയാദിലേക്ക് നഴ്സിംഗ് ജോലിക്കായി പോയ സരിത സത്യൻ അമ്മ ശോഭനയുമായി ഇപ്പോൾ പിണക്കത്തിലാണ്. അമ്മയുടെ ഏക ആശ്രയമായിരുന്നു മകൾ സരിത. താൻ ആഗ്രഹിച്ച ഒരു വിവാഹ ബന്ധത്തിന് അമ്മ എതിര് നിന്നതാണത്രേ മകൾക്ക് അമ്മയോട് പിണക്കം തോന്നാൻ കാരണം. എന്നാൽ തൻ്റെ ഏത് തീരുമാനത്തെക്കാളും മകൾ തന്നെയാണ് ഈ അമ്മയ്ക്ക് വലുത്. അതുകൊണ്ട് തന്നെയാണ് സരിതയെ തിരക്കി ഇന്ന് ഈ അമ്മ പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. സരിതയെക്കുറിച്ച് അമ്മ ശോഭനയോട് നമുക്ക് സംസാരിക്കാം. സൗദി അറേബ്യയിൽ എവിടെയുള്ളത് അറിയില്ല. അറിയില്ല. റിയാദിലേക്കാ പോയത്. റിയാദിലേക്കാ 3 വർഷമായി പോയിട്ട് ഇപ്പൊ അവിടെ ജോലിയുള്ള വിളിച്ചാൽ എടുക്കുകയില്ല. ഇല്ല. എത്ര കാലമായി അമ്മയായിട്ട് ബന്ധം നിശ്ചയിച്ചിട്ട്? അവിടെ പോയപ്പോ മുതൽ അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. അപ്പൊ ഇവിടെ കല്യാണം നിശ്ചയിച്ചത്? കല്യാണം ഞാൻ നിശ്ചയിച്ചില്ല. അവള് നിശ്ചയിച്ചത്? അറിയില്ല. നിങ്ങൾ പറഞ്ഞ ഒരാളായിട്ട് വിവാഹത്തിന് വേണ്ടിട്ട്? അല്ല, ഒരാൾ എന്റെ അടുത്ത് വന്നായിരുന്നു. ആരാ അത്? അത് എനിക്കറിയില്ല. ആലപ്പുഴന്ന് വന്നാന്ന് പറഞ്ഞു. ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സരിതയായിട്ട് ഇഷ്ടമാ, കല്യാണം കഴിച്ച് തരാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാൻ, ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്, അടച്ചു കഴിഞ്ഞിട്ട് കെട്ടിച്ചു തരാം. 5-6 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്നു. അത് അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അയാളൊന്നും പറഞ്ഞില്ല, ഇഷ്ടമായിട്ട് അങ്ങ് പോവായിരുന്നു. എന്നോട് പറഞ്ഞു മുത്തൂറ്റ് ബാങ്ക് ജോലിയാന്ന്. എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് കടം വീടിയിട്ട് കല്യാണം കഴിച്ച് തരാമെന്നും പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു വിട്ടാ. അത് കഴിഞ്ഞ് എന്തോ അതെ അതെ അത് കഴിഞ്ഞ് എൻ്റെ കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു, എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ, ഞാൻ ലക്ഷം വീട്ടിലാണ് താമസിക്കുന്ന കോളനിയിൽ. ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല വന്നവർക്ക്. അവർ പറഞ്ഞു കോളനിയിൽ വന്ന് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല, ആലപ്പുഴയിലെങ്ങാണ്ട് ഒരു അമ്പലമുണ്ട്, അവിടെ കൊണ്ട കൊടുക്കാമെന്ന് എന്നോട് ചോദിച്ചു. കൊച്ചിനെ കൊണ്ട് ചെല്ലാമോന്ന്. ഞാൻ പറഞ്ഞാൽ പറ്റിയാലെന്ന് പറഞ്ഞു. കൊണ്ട കൊടുക്കുകയില്ല, വീട്ടിൽ വന്ന് കെട്ടാൻ, കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളവർ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അന്നേരം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, എന്നാൽ ആ ബന്ധം വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധം എനിക്ക് ആഗ്രഹമില്ല, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. ഇനി ആ ചെറുക്കൻ ഫോൺ വിളിച്ചാൽ എടുക്കരുതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു നീയും ആ ഫോൺ വിളിച്ചാൽ എടുക്കണ്ട, നമുക്കൊരു പാവപ്പെട്ട പിള്ളേരെ എവിടെയെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് തീർത്തു. അതിൽ പിന്നെ ഇവിടെ എന്നോട് വിളിക്കുകയില്ല, മിണ്ടുകയില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഒരു 12 മണി രാത്രി ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാങ്കിൽ ലോൺ അടച്ചിട്ടുണ്ട്, പെരയുടെ ആധാരം പോയി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ബാങ്കിൽ പിറ്റേ ദിവസം ചെന്നപ്പം മാനേജർ പറഞ്ഞു പൈസ വന്നിട്ടുണ്ട്, ആധാരം കൊണ്ടുകൊള്ളാൻ പറഞ്ഞ് തന്നു. അത് പിന്നെ ഈ കൊച്ചിൻ ഞാനോട്ട് മിണ്ടിട്ടുമില്ല, എന്നോട് കണ്ടിട്ടുമില്ല. ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല. എനിക്ക് വേറെ ആരുമില്ല. ഇവിടെ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല, സുഖമായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ഇപ്പൊ ഒരു 3-3.5 വർഷമായി ഈ പൈസ അടച്ചിട്ട്. പൈസ അടച്ചിട്ട് 1 വർഷമായി. എവിടെ പോയാലും എനിക്ക് സുഖമായിട്ട് ജീവിക്കുമെന്ന് അറിഞ്ഞാൽ മതി. വല്ലപ്പോഴും എന്നെ വിളിക്കണം, അല്ലാതെ എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഉണ്ട്, ഞാൻ വീട്ടിൽ നിൽക്കുക. എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയതാ. വല്ലപ്പോഴും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്കൊന്നും തരണ്ട. എവിടെയാണെന്ന് എനിക്ക് അറിയണം, എൻ്റെ കൊച്ചു ജീവിച്ചിരിപ്പുണ്ടോ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മാത്രം മതി. അതിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആരും കണ്ടുവരില്ല? ഇല്ല. നിങ്ങൾ എവിടെ ശരിക്കുള്ള നാട് എവിടെ? റിയാദിലുണ്ട് ആള്. അൽബുസം പോളിക്ലിനിക്. മനസ്സിലായില്ലേ? മനഃപൂർവ്വം വിളിക്കാതിരിക്കുന്ന പിണക്കമാ ആൾക്ക്. കാരണം നമുക്കൊന്നുകൂടി ചോദിക്കാം. മകളോട് ചോദിച്ച്. ഞാനൊന്നും ചെയ്തിട്ടില്ല. 1 മാസം കിടപ്പുള്ളപ്പോ തന്ത ഇട്ടിട്ട് പോയതാ സാറേ. ഞാൻ കഷ്ടപ്പെട്ട് റോഡ് പണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി, പ്രസവം നോക്കി എല്ലാം വളർത്തിയ കൊച്ചാ. സരിതല്ലേ? സരിത സത്യം. എനിക്കൊന്നും തരണ്ട, എനിക്ക് വല്ലപ്പോഴും ഒന്ന് കാണണം, ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ മാത്രം മതി. ആരും കൊന്നു കളയുമോന്ന് അറിയത്തില്ല, അതുകൊണ്ട് എവിടെ എത്തിയതാ. സരിത റിയാദിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് മകളെ പഠിപ്പിച്ച് വിദ്യാസമ്പന്നയാക്കി തൊഴിൽ തേടാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകി
മകളാണ് സരിത. വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന കാമുകൻ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അമ്മ പറഞ്ഞത് എനിക്ക് വിരോധമൊന്നുമില്ലാതെ. കാമുകന് ലക്ഷം വീട് കോളനി അപരിഷ്കൃതവും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു പ്രദേശവും തനിക്ക് അപമാനമുണ്ടാക്കുന്നതുമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ വിവാഹം നടക്കാതെ പോയത്. അമ്മ ഉയർത്തിപ്പിടിച്ച ദാരിദ്ര്യത്തിൻ്റെയും മാനവികതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ നടപടിയെ കാണാൻ കഴിയും. അമ്മയുടെ നിലപാട്, ഞാൻ താമസിക്കുന്നത് ലക്ഷം വീട് കോളനിയിൽ തന്നെയാണ്. അതാണ് എനിക്ക് അമ്മയോട് തോന്നിയ ആദരവ്. ഞാൻ താമസിക്കുന്നത് ലക്ഷം വീട് കോളനിയിൽ തന്നെയാണ്. ഞാൻ ദാരിദ്ര്യത്തിലൂടെയാണ് എൻ്റെ മകളെ വളർത്തിയത്. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വരുന്ന ആൾ ഈ കോളനിയിൽ വന്ന് ഈ പാവപ്പെട്ട മനുഷ്യരുടെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നതാണ് എനിക്ക് അഭിമാനം എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ ഒരമ്മയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സരിതയും ആ അഭിമാനത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. സരിത അമ്മയുടെ കടം വീട്ടി എന്നുള്ളത് ചെറിയ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. വലിയ കാര്യമായിട്ടും ആ കുട്ടിയുടെ സത്യസന്ധമായ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മയും മകളും അവരുടെ നിലപാടുകളിൽ സത്യസന്ധരും നീതിപൂർവമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നവരുമാണ്. പക്ഷേ സരിത ഒരു ചെറിയ കുറ്റം ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. ആരും സഹായിക്കാനില്ലാതെ, നോക്കാനില്ലാത്ത, അന്യ വീട്ടിൽ കൂലിപ്പണി ചെയ്ത് ജീവിതം നയിക്കുന്ന അമ്മയെ വിളിച്ചില്ല എന്നുള്ളത് സരിതയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. സരിത അമ്മയെ വിളിക്കേണ്ടതായിരുന്നു, അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതായിരുന്നു. അമ്മയ്ക്കുള്ള ഏക ആശ്വാസവും അതുപോലെ തന്നെ തുണയും മകളാണ് എന്ന് മകൾ മറക്കരുത്. മകളെ കാത്താണ് അമ്മ കഴിയുന്നത്. അമ്മയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ മകളാണ് എന്നിടത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ആ മകളും കൂടി തന്നെ ഉപേക്ഷിക്കുമ്പോൾ ഭൂമിയിൽ ആരുമില്ലാതാകുന്ന ഒരു വിലാപമായിട്ട് ഈ അമ്മ മാറുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നത്. കരഞ്ഞ ആരോട് പറയാൻ എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം. ആരോട് പറഞ്ഞ് കരയാനാണത്. അമ്മ പറയുന്നു, ഞാൻ എൻ്റെ മകളെ തേടിയാണ് പ്രവാസ ലോകത്തിൽ വന്നത് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ അണപൊട്ടി ഒഴുകുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ സരിത മോൾ തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അമ്മ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് മോളെ ഈ നിലയിലാക്കി. അമ്മ ഒരു തെറ്റും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു, എൻ്റെ ദാരിദ്ര്യത്തെ കാണാനും സാക്ഷി നിർത്താനും തയ്യാറില്ലാത്ത ഒരുത്തൻ ഈ പടി കടന്നു വരേണ്ട. എൻ്റെ മകൾ ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന മകളാണ്. ഇത്രയല്ലേ അമ്മ പറഞ്ഞുള്ളൂ. അതിലെന്താ തെറ്റ്? അമ്മ കാണിച്ച, അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കപടമായ ഒരു പദവി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം പറയുന്ന സ്ഥലത്ത് നിന്ന് ആരും കാണാതെ മകളെ പിടിച്ചു കൊടുക്കാമായിരുന്നു. അമ്മ പറഞ്ഞു, എൻ്റെ കൂടെ ദാരിദ്ര്യം അനുഭവിച്ച മനുഷ്യരുടെ കൂടെ നിന്നുകൊണ്ടാണ് എൻ്റെ മകളെ ഞാൻ അയക്കുന്നത്. ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്, അതിൽ നിന്ന് എൻ്റെ മകളെ വിദ്യാഭ്യാസം ചെയ്യിച്ച ആളാണ് എന്നുള്ള ഉദാത്തമായിട്ടുള്ള ഒരു നിലപാട് അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത അമ്മ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ അമ്മയെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. സരിതേ, ആ അമ്മയെ നമ്മൾ നിരാകരിക്കുകയല്ല, മകൾ ഇന്ന് തന്നെ വിളിക്കണം. മകൾ റിയാദിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അമ്മ പറയുന്നു, മകൾക്ക് ഇഷ്ടമുള്ള വിവാഹം കഴിക്കാം, ഒന്നും പ്രശ്നമില്ല, ഒരു വിളി മാത്രം വന്നാൽ മതി. ആരോഗ്യമുള്ളിടത്തോളം അമ്മ ജോലി ചെയ്ത് ജീവിക്കും, മകളുടെ സഹായം ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരമ്മ നമ്മളെ മുന്നിലിരിക്കുമ്പോൾ
എനിക്ക് സരിതയോടും പ്രവാസ ലോകം പ്രേക്ഷകരോടും റിയാദിലുള്ളവരോട് പറയാനുള്ളത്, ഈ അമ്മയെ സഹായിക്കണം, സരിതയെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, സഹപ്രവർത്തകർ മനസ്സിലാക്കണം. സരിതയും നന്മയുടെ പ്രതീകം തന്നെയാണ്. അല്ലെങ്കിൽ ആ പൈസ ബാങ്കിലടച്ച് കടം വീട്ടി അമ്മയ്ക്ക് ആധാരം എടുത്തു കൊണ്ടുപോകാൻ പറയാനുള്ള മനസ്സ് സരിതയ്ക്കുണ്ടായത് അമ്മയെ സരിത ഇന്നും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ചെറിയ ചെറിയ വാശികളൊക്കെ മോൾ ഉപേക്ഷിക്കണം. അമ്മയുടെ അടുത്ത് വാശി എടുത്തിട്ട് എന്താ മോളെ കാര്യം? ഒരു കാര്യമില്ല. അതുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കാൻ, അമ്മയുടെ തോടിയെത്താൻ മകൾ വരണം, മകൾ വിളിക്കണം. ഈ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ അമ്മയെ ഞാൻ തിരിച്ചയക്കും.